ചരിത്രത്തിൽ തന്നെ അതീവ പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറ്റിങ്ങലിലെ കോയിക്കൽ കൊട്ടാരം നാശത്തിന്റെ വക്കിലായിട്ട് ആണ്ടുകൾ ഏറെയായി. കൊട്ടാരം സംരക്ഷിച്ച പൈതൃക മ്യൂസിയം സ്ഥാപിക്കുന്നതിന് നേരത്തെ തന്നെ ബജറ്റിൽ തുകയൊക്കെ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും സംരക്ഷണ നടപടികൾ എങ്ങുമെത്താതെ താളം തല്ലി കളിക്കുകയാണ്. ഒരു മഴക്കാലം കൂടി അതിജീവിക്കാൻ യാതൊരു കരുത്തുമില്ലാത്ത നില. എന്നിട്ടും ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെയും എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ തന്നെ അതീവ പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരമായിട്ട് പോലും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. മേൽക്കൂരയുടെ നവീകരണവും തറയുടെ ജോലികളും പൂർത്തിയായി എങ്കിലും തുടർന്നുള്ള പണികളെല്ലാം നിലച്ചിരിക്കുകയാണ് എന്നതാണ് ആരോപണം. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു വകുപ്പിനാണ് മുഖമണ്ഡപത്തിന്റെ സംരക്ഷണ ചുമതല. പുതിയ പദ്ധതിക്കായി ഭൂമിയുടെ അവകാശം ദേവസ്വം ബോർഡിൽ നിലനിർത്തിക്കൊണ്ട് കെട്ടിടങ്ങൾ സംരക്ഷിക്കാനായി പുരാവസ്തു വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. 1.07 കോടി രൂപ ചെലവിട്ട് പുരാവസ്തു വകുപ്പാണ് ഈ മണ്ഡപക്കെട്ട് നവീകരിക്കുന്നത്. 1721 ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികം പ്രമാണിച്ച് കൊട്ടാരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള എടുപ്പുകളും പൈതൃക സ്മാരകമാക്കി സംരക്ഷിക്കും എന്ന സർക്കാർ വലിയ വായിൽ പ്രഖ്യാപിച്ചതൊക്കെയാണ്. 2020-2021 ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും നടപടിക്രമങ്ങൾ നീണ്ടുപോയതിനാൽ നവീകരണം ആരംഭിക്കാൻ ഇഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിലവിലെ കൊട്ടാരക്കെട്ടുകൾ മ്യൂസിയം ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇഴയുന്നു. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കൊട്ടാരമാണ് ഇത്. കൊട്ടാരം ഇരിക്കുന്ന 72 സെന്റ് ഭൂമി ഉൾപ്പെടെ 6 ഏക്കർ 60 സെന്റ് ഭൂമിയാണ് ഇതിലുള്ളത്. അതിൽ 4 ക്ഷേത്രങ്ങളും ഉൾപ്പെടും. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിൽ തന്നെ നിലനിർത്തി പുരാവസ്തു വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നവീകരണം ആരംഭിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ മണ്ഡപക്കെട്ട് പൊളിഞ്ഞു വീഴുന്നത് ആരംഭിച്ചതോടെ പൈതൃക സംരക്ഷണ ശ്രമങ്ങൾക്കുള്ള ഭാഗമായ നടപടിയായിരുന്നു ഇതെല്ലാം. കൊട്ടാരം സംരക്ഷിച്ച പൈതൃക മ്യൂസിയം സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിരുന്നു എങ്കിലും സംരക്ഷണ പ്രവർത്തനങ്ങൾ അനക്കമില്ലാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഏറെയുള്ള ഒരു കൊട്ടാരമാണ് ഇതെന്ന് ഓർക്കണം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അമ്മ വീടായ ആറ്റിങ്ങൽ കൊട്ടാരം AD 1305 കോലത്തുനാട്ടിൽ നിന്ന് വേണാട്ടിലേക്ക് ദത്തെടുത്ത രാജകുമാരിമാർക്ക് പാർക്കാൻ വേണ്ടിയായിരുന്നു ഇത് നിർമ്മിച്ചത്. ഈ പ്രദേശത്തുള്ള തിരുവാറാട്ടുകാവ് ഉൾപ്പെടെയുള്ള 4 ക്ഷേത്രങ്ങളും ഇവിടെ ആണ് സ്ഥിതി ചെയ്യുന്നത്. 1721 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കേന്ദ്ര ബിന്ദുവായും ഈ കൊട്ടാരം പ്രസിദ്ധമാണ്. മണ്ഡപക്കെട്ടിന്റെ മേൽക്കൂര മഴക്കാലത്ത് കൂടുതൽ നാശം നേരിടും എന്നതിനാൽ അടിയന്തര സംരക്ഷണം ആവശ്യം തന്നെയാണ്. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ഈ എടുപ്പ് കല്ലും മരവും ഉപയോഗിച്ച് 8കെട്ടിന്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. കൊട്ടാരം പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2020 B. സത്യൻ MLA മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് കത്ത് നൽകിയിരുന്നു. കേരളീയ പൈതൃകത്തിന്റെ അവയവമായ ഈ കൊട്ടാരം സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് നാട്ടുകാരും പൈതൃക പ്രേമികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി കഴിയുന്നിടത്തോളം വേഗത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കുന്നതാണ് കൊട്ടാരത്തിന്റെ നിലനിൽപ്പിനും പൈതൃക സംരക്ഷണത്തിനും വേണ്ടത്.